എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് 29-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് മുൻപേ പ്രസിദ്ധീകരിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ ഡെയിലി ഈ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ഈ ഒരു വെബ്സൈറ്റൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുകയും അതുപോലെ എപ്പോഴാണ് ഓരോ അലോട്ട്മെൻറ്റ് വരുന്നത് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ നിലവിൽ 29-ാം തീയതിയോടെ വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ നേരത്തെ ഈ ഒരു റിസൾട്ട് വരികയാണെങ്കിൽ വിദ്യാർത്ഥികളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. അക്കാര്യം കൂടി വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യം കൂടി നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് അലോട്ട്മെൻറ്റിനായിട്ട് ഈ ഒരു സിസ്റ്റം, അതായത് ഈ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എങ്ങനെ കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് നടത്തുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എവിടെയൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്, അതുപോലെ ഏത് സ്കൂളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ നിങ്ങൾ വെച്ചിട്ടുള്ള ഓപ്ഷനിൽ എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടും. അതായത് എല്ലാ വിദ്യാർത്ഥികൾക്കും കിട്ടിയെന്ന് വരില്ല. ഈ ഒരു കിട്ടിയിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് വലിയ പ്രോബ്ലമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് താൽക്കാലികമായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ നിങ്ങൾക്ക് എവിടെയാണ് അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്കൂളിലെ റാങ്കും അതുപോലെ ആ ഒരു സ്കൂളിൽ അവസാനം അലോട്ട്മെൻറ്റ് ഈ ട്രയൽ കിട്ടിയുള്ള വിദ്യാർത്ഥിയുടെ റാങ്ക് ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഓപ്ഷൻസൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷൻ എഡിറ്റ് ചെയ്യണം എന്നുള്ള കാര്യമൊന്നും പ്രത്യേകിച്ച് നിർബന്ധമല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ വിവരങ്ങൾ എഡിറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒഴികെയുള്ള ഏതൊരു ഡീറ്റെയിൽസും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു ജില്ലയിലേക്കായിരിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ സ്കീം, രജിസ്റ്റർ നമ്പർ, മന്ത് ഓഫ് പാസ്, ഇയർ ഓഫ് പാസ്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ അതുപോലെ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ സബ്മിഷൻ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒഴികെയുള്ള ഏതൊരു വിവരങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ EWS സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്ന് കരുതുക. EWS സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം. അതുപോലെ EWS സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു EWS സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ യെസ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലബ് സർട്ടിഫിക്കറ്റ് മറ്റോ നിങ്ങൾ ആദ്യം ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്ലബ് സർട്ടിഫിക്കറ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നിങ്ങളുടെ കാറ്റഗറി, കാസ്റ്റ്, ഇതുപോലെ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ പേര് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഏതൊരു വിവരങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ അഡ്രസ്സ് ഉൾപ്പെടെ ഏത് വിവരങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്നതിനുള്ള അവസരമാണ് ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ലഭ്യമാകുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസിൽ ഏതെങ്കിലും മാറ്റണം, ഫസ്റ്റ് സയൻസ് വെക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള എഡിറ്റിങ്ങൾ വേണമെങ്കിലും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതായത് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നൽകിയിട്ടുള്ള ഇയർ ഓഫ് പാസ്, മന്ത് ഓഫ് പാസ്, സ്കീം, രജിസ്റ്റർ നമ്പർ, അതുപോലെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ ഒഴികെയുള്ള ഏതൊരു വിവരം വേണമെങ്കിലും വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കോളേജിൽ, അതായത് സ്കൂളിൽ ഏതെങ്കിലും കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. എഡിറ്റ് ചെയ്യണം എന്നുള്ളതിന് യാതൊരുവിധ നിർബന്ധവുമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് ചെക്ക് ചെയ്ത് എവിടെയെങ്കിലും തെറ്റുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിക്കുക. 1-2 ദിവസം മാത്രമാണ് ട്രയൽ അലോട്ട്മെൻറ്റ് ശേഷം വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനായിട്ട് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യണമെന്നുള്ള കാര്യം പ്രത്യേകം നിർബന്ധമൊന്നുമല്ല. അതുപോലെ നിങ്ങൾ ഓപ്ഷൻസ് നൽകിയത് കുറച്ച് ഓപ്ഷൻസ് മാത്രമേ നൽകിയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന കുറേ കോഴ്സുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻസ് മാറ്റിയിട്ട് നൽകാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ട്രയൽ അലോട്ട്മെൻറ്റ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ യൂസർ നെയിം,
അതുപോലെ തന്നെ അതായത് ആപ്ലിക്കേഷൻ നമ്പറാണ് യൂസർ നെയിം, അതുപോലെ പാസ്വേഡ്, അതുപോലെ ഏത് ജില്ലയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്ത് ആ ഒരു ജില്ല സെലക്ട് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജ് വിദ്യാർത്ഥികൾക്ക് വരുന്ന പേജ് എന്ന് പറയുന്നത് ഈ ഒരു പേജ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. ഇവിടെ ആപ്ലിക്കേഷൻ എന്നാണ്. ഇപ്പോൾ റിസൾട്ട് അത് ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഈ ഒരു സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് എന്നുള്ള ഭാഗത്ത് കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് ഗോട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. കാരണം ഇത് ട്രയൽ അലോട്ട്മെൻ്റ് ആണ്. ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ ഒന്നും തരില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലിങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് വ്യൂ ട്രയൽ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു ഭാഗത്തും, അതുപോലെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് വരുന്ന പേജിലും ഏത് കോഴ്സിനാണ് കിട്ടിയത്, അതുപോലെ എത്രാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയം വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളിലാണ് അല്ലെങ്കിൽ കോഴ്സിലാണ് കിട്ടിയതെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഏതെങ്കിലും ഓപ്ഷൻസ് നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കണം, അത് കൂട്ടിച്ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനൊക്കെയുള്ള അവസരം നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അപേക്ഷയിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു രീതിയിൽ എഡിറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അവസരം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. എല്ലാ വിദ്യാർത്ഥികളും എഡിറ്റ് ചെയ്യണമെന്നുള്ള കാര്യം യാതൊരു വിധത്തിലും നിർബന്ധമുള്ളതല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.